തൃശൂർ കൊടകരയിലെ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിൽ വൃന്ദാവനമൊരുങ്ങുന്നു. കുട്ടികൾക്കായുള്ള ശ്രീകൃഷ്ണ പാർക്കിൻ്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. 100 ഏക്കറിൽ ബൃഹത്തായ പദ്ധതികളാണ് ശ്രീകൃഷ്ണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നത്. ഗോക്കളമേച്ചും കളിച്ചും ചിരിച്ചും നടന്ന കുഞ്ഞിക്കണ്ണനെയും കാമധേനുവിനെയും ഒക്കെ അടുത്തറിയുന്ന അനുഭൂതിയാണ് വൃന്ദാരണ്യമെന്ന അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ഓരോരുത്തർക്കും നൽകുന്നത്. ആറേശ്വരം മലയും കനകമലയും കോടശ്ശേരി മലയും സംഗമിക്കുന്ന പ്രകൃതി രമണീയമായ വൃന്ദാരണ്യത്തിൽ മേഞ്ഞു നടക്കുന്നത് 70ഓളം പശുക്കളാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളും അവതാരമാഹാത്മ്യവും ഭക്തി നിർഭരമായി വിജ്ഞാനത്തോടെ ദർശിക്കുവാനും വേദങ്ങളും പുരാണങ്ങളും മറ്റു ധർമ്മഗ്രന്ഥങ്ങളും പഠിക്കുവാനുള്ള വിജ്ഞാന കേന്ദ്രവും കൺവെൻഷൻ സെന്ററും ഗോ അധിഷ്ഠിത വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്ന ഗോശാലയും ഔഷധത്തോട്ടവും ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് ബാലഗോകുലം സ്ഥാപകനായ MA കൃഷ്ണന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തത്. നേരത്തെ തന്നെ ഗോശാലയും പ്രൊജക്ട് ഓഫീസും പ്രവർത്തനം ആരംഭിച്ചു. വൃന്ദാവനം ശ്രീകൃഷ്ണ പാർക്കിന്റെ ഉദ്ഘാടനത്തോടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രദേശത്ത് 7 ഇനങ്ങളിൽപ്പെട്ട 70 നാടൻ പശുക്കൾ നമ്മുടെ ഈ ശ്രീകൃഷ്ണ കേന്ദ്രത്തിലുണ്ട്. ഈ കേന്ദ്രത്തിൽ വാല്യൂ അധിഷ്ഠിതമായിട്ടുള്ള നിരവധി പ്രോഡക്ട്സുകൾ, ഭസ്മം, ഫേസ് പാക്ക്, നെയ്യ് തുടങ്ങിയിട്ടുള്ള ആർക്ക് തുടങ്ങിയുള്ള നിരവധി ഉൽപ്പന്നങ്ങളും ഇവിടെ ഉൽപ്പാദിക്കുന്നുണ്ട്. ആദരണീയനായിട്ടുള്ള MSR ബാലഗോകുലത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള MSRൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രം എന്ന ഈ ബൃഹത്തായിട്ടുള്ള പദ്ധതി. ഭഗവാൻ കൃഷ്ണൻ ജനിച്ചത് മുതൽ ഭഗവാന്റെ സ്വർഗാരോഹണം വരെയുള്ള നിരവധി ഭക്തി നിർഭരവും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ പുണ്യസങ്കേതത്തിൽ ജനങ്ങൾക്ക് ദർശിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പരിപാടി വിഭാവനം ചെയ്തിട്ടുള്ളത്. ശ്രീകൃഷ്ണ പാർക്കിന്റെ അവസാനഘട്ട ജോലികൾ പൂർത്തിയാവുകയാണ്. ശനിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ശ്രീകൃഷ്ണ കേന്ദ്രം സ്ഥാപകൻ MA കൃഷ്ണൻ, മാളികപ്പുറം സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ദേവനന്ദ, ദേശീയ പുരസ്കാര ജേതാവ് ശ്രീപദ്, സംവിധായകൻ അഭിലാഷ് പിള്ള, കല്യാൺ സിൽക്സ് MD TS പട്ടാഭിരാമൻ തുടങ്ങിയവർ പങ്കെടുക്കും. മാളികപ്പുറം എന്ന സിനിമയിലൂടെ വളരെ ഹിറ്റായ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന 2 പേരാണ് കല്ലും പീയൂഷും. ആ 2 പേരാണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത്. കൂടാതെ ആ ദിവസം ഇത്രയും നല്ലൊരു സിനിമ മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭക്ത സമൂഹത്തിന് മുഴുവൻ നൽകിയ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പിള്ള, അദ്ദേഹം അവിടെ ഉണ്ടാവും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ. കൂടെ നമ്മുടെ ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രത്തിൻ്റെ ചെയർമാൻ, ആ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ഉണ്ട്, ആമേട വാസുദേവൻ നമ്പൂതിരി. അദ്ദേഹം വിഭാഗ സംഘാലയം കൂടിയാണ്. അദ്ദേഹമായിരിക്കും തേങ്ങ ഉടച്ചിട്ട് നമ്മുടെ ഇതിനകത്തേക്കുള്ള പ്രവേശനം അത് നടത്താൻ പോകുന്നത്. ഗോപൂജയോടെയാകും ചടങ്ങുകൾക്ക് തുടക്കമാകുക. സനാതനധർമ്മത്തിൽ ഗോപൂജയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് ശ്രീകൃഷ്ണ കേന്ദ്രം ആചാര്യൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി വ്യക്തമാക്കി. ഈ ഗോശാലയെ സംബന്ധിച്ച് സനാതന ധർമ്മത്തിൽ ഗോപൂജയ്ക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, അതിഥിയജ്ഞം, ഈ കാര്യങ്ങളിലെല്ലാം ഗോപൂജ വളരെയധികം പ്രാധാന്യം അർഹിച്ചുകൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെ പൂജാതി കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പശുവിൻ്റെ പാല്, അതുപോലെ തൈര്, നെയ്യ്, അതുപോലെ തന്നെ അതുമായി ഗോമൂത്രം, ചാണകം ഉൾപ്പെടുന്ന പഞ്ചഗവ്യം പൂജാതി കാര്യങ്ങൾക്കെല്ലാം വളരെ ഭംഗിയായി ഉപയോഗപ്പെടുത്താൻ അനിവാര്യതയാണ്. അതോടൊപ്പം തന്നെ പഞ്ചഗവ്യം എന്നുള്ളത് ഒരു അണുനാശിനി ആയി തന്നെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ നമ്മുടെ വീടുകൾ തന്നെ ചാണകത്തിൽ മെഴുകുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗോരക്ഷ എന്നുള്ളതും ഗോസംരക്ഷണം എന്നുള്ളതും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഈ ശ്രീകൃഷ്ണ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ഈ രംഗത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടിയും ഗോക്കളുടെ പരിചരണം ഭംഗിയായി നടത്തപ്പെടുകയാണ്. പൊങ്കന്നൂർ, താർപ്പാർക്കർ, കാങ്കയം, വെച്ചൂർ, ഗീർ തുടങ്ങി 7 ഇനം പശുക്കളാണ് ഇവിടെയുള്ളത്.
കൃഷ്ണൻ എന്ന യുവാവാണ് ഇവിടുത്തെ പശുക്കളുടെയും പരിപാലകൻ. ഗോ അധിഷ്ഠിത ഉത്പന്നങ്ങളും ഇവിടെ നിർമ്മിച്ചു വരുന്നു. പദ്ധതികളുടെ ഓരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും വൃന്ദാരണ്യത്തിന് ഭംഗിയേറുകയാണ്. ഭാരതത്തിന്റെ ആധ്യാത്മികതയുടെ ടൂറിസം കേന്ദ്രവും പഠന കേന്ദ്രവുമാണ് കൊടകരയിലെ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം. പ്രകൃതി രമണീയമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ കേന്ദ്രത്തിൽ നിരവധി ഇനം പശുക്കളുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിത രീതിയെ ഓർമ്മിപ്പിക്കുന്ന പലതും ഇവിടെയുണ്ട്. നിരവധി പേരുടെ സ്വപ്ന പദ്ധതി അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വിപിൻ കോതച്ചിറയ്ക്കും പ്രണവ് പ്രസാദിനുമൊപ്പം എം മനോജ്, ജനം, തൃശൂർ.